കഴിഞ്ഞു, പെരുന്നാളായി. പെരുന്നാളിന് വെജ് മാത്രം കഴിക്കുന്നവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. പാൻ ചൂടായതിന് ശേഷം കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, നന്നായി വഴറ്റി കൊടുക്കട്ടോ. അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടി ചേർക്കുക, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ള, എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസ്, മാഗി ക്യൂബ്, അതുപോലെ തന്നെ കുറച്ച് തൈര്, ഇത് 3 ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മസാലപ്പൊടികൾ ചേർക്കുക. ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് കസ്തൂരി മേത്തി, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടച്ച് വേവിക്കുക. വെന്തതിന് ശേഷം റൈസിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു ചൂടുള്ള വെള്ളം ചേർക്കുക. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളെ കേക്ക് വെച്ചിട്ടുള്ള നമ്മളെ കൈമ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. അരി വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക. ചിക്കനൊന്നും കഴിക്കാത്തവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മുട്ട റോസ്റ്റും കുറച്ച് തൈരും അച്ചാറും ഉണ്ടെങ്കിൽ സംഗതി ഉസാറായി. മാറിയ നെഞ്ചും കരവും മെല്ലെ നീട്ടിയ മൊഞ്ചും അരിപ്പട്ടി തെരഞ്ഞൊരു കല്ലാണേ, ഷാഫിക്ക പറഞ്ഞൊരു ചൊല്ലാണേ, അലവുക്ക് വിത്തൗട്ട് കൂട്ടാണേ, അരിമുള്ള മനസ്സിന് തന്നാളേ, അകലത്തിലിരിക്കണ ദറദാണേ.